യേശുവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ജെറമ്യായുടെ പുസ്തകം 30-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം തരും, ഞാൻ നിൻ്റെ മുറിവുകൾ വച്ചു കെട്ടും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമ്മുടെ മുറിവുകൾ വച്ചു കെട്ടുന്നവനും നമുക്ക് വീണ്ടും ആരോഗ്യം നൽകുന്ന കർത്താവാണ്. ഈ തിരുവചനം വായിക്കുമ്പോഴെല്ലാം മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ഓർമ്മ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 1 മുതൽ കാണുന്ന ബെത്സയിദ കുളക്കരയിൽ കിടക്കുന്ന രോഗിയാണ്. അതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 1 മുതലുള്ള വചനങ്ങളിൽ കാണുന്ന തളർവാദ രോഗി. ഈ 2 രോഗികളുടെയും ചിത്രം പലപ്പോഴും ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-17 വായിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരാറുണ്ട്. ആരോഗ്യം വീണ്ടും നൽകുന്ന കർത്താവ്, മുറിവ് ഉണക്കുന്ന കർത്താവ്. ഈ 2 രോഗികളുടെയും പിന്നിലെ രോഗങ്ങൾക്ക് പിന്നിലെ ഒരു പ്രധാനപ്പെട്ട കാരണം ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. പ്രത്യേകിച്ച് ബെത്സയിദ കുളക്കരയിൽ കിടക്കുന്ന രോഗി, ഈ രോഗിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ആ മനുഷ്യൻ്റെ സംസാരത്തിലൂടെ മനസ്സിലാകും. യേശു ആ മകനെ വളരെ ദൂരെ വെച്ച് തന്നെ കണ്ടു. അവൻ്റെ അരികിലേക്ക് വന്നു. എന്നിട്ട് അവനോട് യേശു ചോദിച്ചു: മകനെ, സൗഖ്യം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നു? സൗഖ്യം പ്രാപിക്കാൻ 6-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുക: അവൻ അവിടെ കിടക്കുന്നത് കണ്ട് യേശു വളരെ നാളിലായി കിടപ്പിലാണെന്നറിഞ്ഞ് ചോദിച്ചു: സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അവൻ പറഞ്ഞു: കർത്താവേ, വെള്ളമിളകുമ്പോൾ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശു വന്നിട്ട് നമ്മളോട് ആരോടും ആണെങ്കിലും ആണ് ചോദിക്കുക: സൗഖ്യം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? വളരെ നാളുകളായി രോഗിയായി കിടക്കുകയാണ്, സുഖപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് യേശു ചോദിച്ചാൽ നമ്മൾ ആരെങ്കിലും ഉത്തരം പറയുമോ? ഇങ്ങനെ ഉടനെ നമ്മൾ പറയും മറ്റു കാര്യമൊന്നും പറയാൻ പോവുകയില്ല. ഉടനെ പറയും, എനിക്ക് സുഖപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ സുഖപ്പെടുത്തണേ എന്നല്ലേ നമ്മൾ പറയും. ഇയാൾ അങ്ങനെയല്ല പറയുക. ഇയാൾ പറഞ്ഞ എന്താണെന്നറിയാവോ? അദ്ദേഹം പറഞ്ഞു: എന്നെ കുളത്തിൽ ഇറക്കാൻ ആരുമില്ല, വെള്ളമിളകുമ്പോൾ കുളത്തിൽ ഇറക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റയാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല. ഈ ഒരു നൊമ്പരമാണ് ആ മനുഷ്യൻ്റെ രോഗത്തിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നെ സ്നേഹിക്കുന്നവരാരുമില്ല എന്നാണ് ഈ മനുഷ്യൻ പറഞ്ഞത്. സ്നേഹിക്കാത്ത ആരും ഇല്ല, എനിക്ക് ആരുമില്ല, സ്നേഹിക്കാത്ത ഒരു മനുഷ്യൻ, സ്നേഹിക്കപ്പെടാത്ത ഒരു മനുഷ്യനാണ് ഞാൻ എന്ന് ഈ മനുഷ്യൻ്റെ ഉള്ളിലെ ആ തോന്നൽ, ആ ദുഃഖം, അതാണ് ഈ മനുഷ്യനെ രോഗിയാക്കിയത്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് മനസ്സിലാകും, ഇന്ന് നമ്മൾ രോഗിയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ രോഗങ്ങൾക്ക് പിന്നിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം ശരീരത്തിൽ നമ്മൾ രോഗം ബാധിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മനസ്സ് രോഗം ബാധിച്ചു. മനസ്സ് രോഗം ബാധിച്ചു. മനസ്സിൽ രോഗം ബാധിച്ചപ്പോഴാണ് ശരീരം രോഗത്തിലേക്ക് മാറിപ്പോയത്, വീണുപോയത്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, മനസ്സ് രോഗിയായാൽ ഉടനെ നമ്മുടെ ശരീരവും രോഗം ബാധിക്കും.
അങ്ങനെ നമ്മൾ തളർന്നു പോകാൻ ഇടയാകും. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ വളരെ മനോഹരമായ ഒരു തിരുവചനം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 30-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുക. 22-ാം വചനം: ഹൃദയാനന്ദം ഒരുവൻ്റെ ജീവനും സന്തോഷം അവൻ്റെ ആയുസ്സുമാണ്. ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷം ഇല്ലായ്മ, ദുഃഖം കയറി വരുമ്പോഴാണ് സന്തോഷം ഇല്ലാണ്ടാകുക. ദുഃഖം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? സ്നേഹിക്കപ്പെടുന്നു എന്ന് വിചാരിക്കുന്ന, ചിന്തിക്കുന്ന, സ്നേഹിതരുടെ നടുവിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യൻ ഉന്മേഷവും ആരോഗ്യവും സന്തോഷവും ഒക്കെ നിറഞ്ഞിരിക്കും. അതെൻ്റെ മനസ്സിൻ്റെ ഉന്മേഷം അവൻ്റെ ശരീരത്തിൽ വളരെ ശക്തമായിട്ട് പ്രകടമാവുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യന് ശരീരത്തിൽ സൗഖ്യം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം മനസ്സിൻ്റെ ഉന്മേഷം പോയി. എന്നെ സ്നേഹിക്കുന്ന ആരുമില്ല എന്ന തോന്നലാണ് അവൻ്റെ ശരീരത്തിൽ സൗഖ്യം നഷ്ടപ്പെട്ടു പോകാൻ കാരണമായത്. പ്രത്യേകിച്ച് തളർവാദം പോലെയുള്ള രോഗങ്ങൾ മനുഷ്യരെ പീഡിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 4 പേര് കട്ടിലിൽ എടുത്തുകൊണ്ട് വന്ന ആ മനുഷ്യനെക്കുറിച്ച് ബൈബിള് പഠിക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, വീട്ടുകാരൊക്കെ ഉപേക്ഷിക്കപ്പെട്ട് രോഗിയായി വളരെ വർഷങ്ങൾ കടന്ന മനുഷ്യൻ. അങ്ങനെ ആ നാട്ടുകാരിൽ പലർക്കും അദ്ദേഹത്തിൻ്റെ ഈ കിടപ്പിൽ അനുകമ്പ തോന്നിയിട്ടാണ് നാട്ടുകാരുടെ സഹകരണത്തോടെ യേശു എന്ന ഒരു പുതിയ പ്രവാചകൻ വന്നിട്ടുണ്ടെന്നും അവൻ്റെ ശുശ്രൂഷയിൽ അനേകർ സൗഖ്യം പ്രാപിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കി യേശുവിൻ്റെ അരികിലേക്ക് ഈ മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവരാൻ ഇടയായത്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ നോട്ടത്തിലൂടെ ആ മകനോട് കർത്താവ് ഇങ്ങനെ സംസാരിച്ചു. യെശയ്യാപ്രവചനം 43-ാമത്തെ അധ്യായം 4-ാം തിരുവചനത്തിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുകയാണ്: നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എബ്രായ ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ അരുളി ചെയ്തു. 13-ാം അധ്യായം 5-ാം തിരുവചനം: ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഒരു വലിയ അഷ്വറൻസ്, ഉറപ്പ് ഈ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് കൊടുക്കുകയാണ്. ഞാൻ നിന്നെ ഒരിക്കലും, ആരൊക്കെ അവഗണിച്ചാലും ഞാൻ നിന്നെ അവഗണിക്കുകയില്ല. ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന ഉറപ്പ് കർത്താവ് അവന് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ആ ഉറപ്പ്, ആ സ്നേഹം, ആ പരിശുദ്ധാത്മാവിലൂടെയുള്ള സ്നേഹം ആ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ചെന്നപ്പോൾ അവന് പുതിയ ജീവൻ കിട്ടി. ഇതാ റോമാലേഖനം 5:5 പറഞ്ഞു: പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ
ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെടുന്നു. ആ അത്ഭുതമാണ് ഈ മകൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ആ തളർവാദ രോഗിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഇതാണ്. ഇവർ രണ്ടുപേരും ദൈവസ്നേഹം സ്വീകരിച്ചു, സുഖപ്പെട്ടു, പാപമോചനം കിട്ടി. അവർക്ക് പാപം ഉപേക്ഷിക്കാൻ പറ്റി, അവർക്ക് രോഗത്തിൽ നിന്ന് മോചനം നേടാൻ പറ്റി. അവർ രണ്ടുപേരും രക്ഷപ്പെട്ടു. കാരണം ഈ രോഗിയോട് യേശു പറയാണ്, അന്ന് വൈകുന്നേരം ദേവാലയത്തിൽ വെച്ച് ആ രോഗിയോട് യേശു പറഞ്ഞു, നീ നോക്കുക, ഇപ്പോൾ സുഖപ്പെട്ടിരിക്കുന്നു. നീ കൂടുതലൊന്നും മോശമായത് സംഭവിക്കാതിരിക്കാൻ നീ ഇനിമേലിൽ പാപം ചെയ്യരുത്. യോഹന്നാൻ സുവിശേഷം 5:14. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹമാണ് നമ്മുടെ സൗഖ്യത്തിൻ്റെ അടിസ്ഥാനം. ആ ദൈവസ്നേഹമാണ് പരലോക യാത്രയിൽ നമ്മളെ ആരോഗ്യവാന്മാരായി കൂട്ടിക്കൊണ്ടു പോകുന്നത്, പരിശുദ്ധ ജീവിതത്തിന് സഹായിക്കുന്നത്. ആരോഗ്യവും പരിശുദ്ധ ജീവിതവും നമുക്ക് തരുന്നത് ദൈവസ്നേഹമാണ്. അതുകൊണ്ട് ആ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാ രോഗങ്ങളും പീഡകളും വിട്ടുമാറാത്ത നമ്മുടെ രോഗാവസ്ഥകളും ഈ ആരാധനയിലേക്ക് നമുക്ക് ഉയർത്താം. ദിവ്യകാരണനാഥനെ നമ്മുടെ പക്കലേക്ക് ക്ഷണിക്കാം. ജീവനേ കാണും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. രണ്ട് കൈകൾ ഉയർത്തി ചേർന്ന് പാടാൻ നമുക്ക്. ആരാധന 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 ആരാധന. നമ്മുടെ വിട്ടുമാറാത്ത എല്ലാ രോഗങ്ങളെയും സമർപ്പിച്ചൊരിക്കൽ കൂടെ പാടാം. ആരാധന 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 ആരാധന. നമ്മുടെ എല്ലാ തകർച്ചകളിലേക്കും കർത്താവിനെ ക്ഷണിച്ച് പ്രാർത്ഥിക്കാം. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി 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 സ്തുതി. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി 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 സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നമുക്ക് തരുന്ന ഒരു വചനം നമ്മുടെ എല്ലാ രോഗത്തിൻ്റെയും സൗഖ്യത്തിനും ആശ്വാസത്തിനും വേണ്ടി നമുക്ക് ഏറ്റിയെല്ലാം. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 14-ാം തിരുവചനം. നമുക്കെല്ലാം ശബ്ദമുയർത്തി ചേർന്ന് ഈ വചനം ചൊല്ലാം. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ. അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ. എന്നെ രക്ഷിക്കണമേ. അപ്പോൾ ഞാൻ രക്ഷപ്പെടും.
അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ നന്ദി, കർത്താവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. നിന്റെ സ്നേഹം കൊണ്ട് നിന്റെ സ്നേഹം കൊണ്ട് എന്നെ തൊടണമേ, എന്നെ തൊടണമേ. എന്റെ മുറിവുകളിൽ തൊടണമേ. എന്റെ മുറിവുകളിൽ തൊടണമേ. ഞാൻ നിനക്ക് നിനക്ക് അമൂല്യനാണ്, അമൂല്യനാണ്, വിലപ്പെട്ടവനാണ് വിലപ്പെട്ടവനാണ് എന്ന് എന്ന് എന്റെ ആത്മാവിനോട് എന്റെ ആത്മാവിനോട് അരുളി ചെയ്യണമേ. അരുളി ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലെ ഒരു പ്രതീക്ഷയും ഇല്ലാതെ തകർന്ന ജീവിതവുമായിട്ട് കഴിയുന്ന എത്രയോ രോഗികളാണ് ഈ ലോകത്തിലുള്ളത്. അവർക്കെല്ലാം ആശ്വാസം കൊടുക്കുന്ന അത്ഭുതകരമായ വിടുതലിൻ്റെ അനുഗ്രഹമാണ് ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് അനേകരിലേക്ക് ഇപ്പോൾ നമ്മുടെ കർത്താവായ ദൈവം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, എല്ലാ രോഗികളും തങ്ങളുടെ നിരാശയും ദുഃഖവും തകർച്ചകളും യേശുവിൻ്റെ പാദങ്ങളിലേക്ക് സമർപ്പിച്ച് കഴിഞ്ഞ കാലത്ത് നമുക്കുണ്ടായിട്ടുള്ള നമ്മുടെ എല്ലാ വീഴ്ചകളും തെറ്റുകളും പാപങ്ങളും ഓർത്ത് അനുതപിച്ച് നമ്മുടെ അതിഘോരമായ പാപങ്ങളെല്ലാം യേശുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിടുതലുണ്ടാകും, മോചനം ഉണ്ടാകും, അത്ഭുത സൗഖ്യം ഉണ്ടാകും. പാപങ്ങളിലൂടെ നമ്മൾ പ്രവേശിച്ച തിന്മയുടെ ശക്തി നമ്മളെ വിട്ടുപോകാൻ ഇടയാകും. ആകയാൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. അതിഘോരമായ എൻ്റെ പാപം ക്ഷമിക്കണേ, അതിൽ നിന്ന് എനിക്ക് മോചനം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ വിടുതൽ നമുക്ക് ആഗ്രഹിക്കാം. അതിഘോരമാ എൻ പാപജീവിതം നിന്ദയ തേടുന്നു കരുണാമയ. അതിഘോരമാ എൻ പാപജീവിതം നിന്ദയ തേടുന്നു കരുണാമയ. വഴിവിട്ട ബന്ധങ്ങൾ, അടങ്ങാത്ത മോഹങ്ങൾ, അടിതെറ്റി വീഴുന്നു അതിദാരുണം. വഴിവിട്ട ബന്ധങ്ങൾ, അടങ്ങാത്ത മോഹങ്ങൾ, അടിതെറ്റി വീഴുന്നു അതിദാരുണം. കൈകൾ ഉയർത്തി കരുണക്കടലേ, കരം നീട്ടി എന്നെ കരകയറ്റി നിൻ ദാസരിൽ ചേർക്കണേ. കണ്ണീരൊഴുക്കി ഞാൻ പാദം കഴുകുന്നു, പാപം ക്ഷമിക്കണേ, ശിക്ഷകൾ നീക്കണേ. ഒരിക്കൽ കൂടെ പാടാം. കരുണക്കടലേ, കരം നീട്ടി എന്നെ കരകയറ്റി നിൻ ദാസരിൽ ചേർക്കണേ. കണ്ണീരൊഴുക്കി ഞാൻ പാദം കഴുകുന്നു, പാപം ക്ഷമിക്കണേ, ശിക്ഷകൾ നീക്കണേ. കാരുണ്യവാനായ കർത്താവ് നമ്മുടെ എല്ലാ ബന്ധനത്തിൻ്റെ അവസ്ഥകളിലേക്കും ഇപ്പോൾ കടന്നു വരികയാണ്. അവൻ്റെ പരിശുദ്ധ രക്തം നമ്മുടെ ഓരോരുത്തരുടെയും ബന്ധിക്കപ്പെട്ട അവസ്ഥയിലേക്ക് വന്ന് അതിന് വിടുതലും വിമോചനവും തരുന്ന അവസ്ഥയാണ്. അവൻ നമ്മളെ വിമോചിപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എന്നെ ബന്ധിക്കുന്ന ദുഷ്ടാത്മശക്തികളെ യേശുവിന്റെ രക്തത്താൽ നിർവീര്യമാ. എല്ലാ
ദുഷ്ടശക്തികളും നിർവീര്യമാകട്ടെ. എന്നെ ബന്ധിക്കുന്ന ദുഷ്ടാത്മശക്തികളെ യേശുവിൻ രക്തത്താൽ നിർവീര്യമാവുക. യേശുവിൻ നാമത്തിൽ വിടുതലും സൗഖ്യവും പാവനാത്മാവിൻ സഹവാസവും നൽകണേ. ചേർന്ന് പാടാം. യേശുവിൻ നാമത്തിൽ വിടുതലും സൗഖ്യവും പാവനാത്മാവിൻ സഹവാസവും നൽകണേ. രണ്ട് കൈകളും ഉയർത്തി കടലേ കരം നീട്ടി എന്നെ കരകയറ്റി നിൻ ദാസരിൽ ചേർക്കണേ. കണ്ണീരൊഴുക്കി ഞാൻ പാദം കഴുകുന്നു, പാപം ക്ഷമിക്കണേ, ശിക്ഷകൾ നീക്കണേ. നെഞ്ചോട് ചേർത്ത് അതിഘോരമായ നമ്മുടെ പാപം ഒരിക്കൽ കൂടെ ഓർത്ത് അനുതപിച്ച് പ്രാർത്ഥിക്കുക. അതിഘോരമാ എൻ പാപജീവിതം നിന്ദയ തേടും കരുണാമയ. വഴിവിട്ട ബന്ധങ്ങൾ, അടങ്ങാത്ത മോഹങ്ങൾ, അടിതെറ്റി വീഴുന്നു അതിദാരുണം. ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ ആശീർവാദം സ്വീകരിക്കാം. കൈകൾ കൂപ്പാം, മുട്ടുകൾ മടക്കാം. ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ജീവനേ കാളും നീ വലിയതാണെനിക്ക്. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.